നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ, ആ പേഴ്സൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പിന്നെ ഫോഴ്സ് ചെയ്ത് റെസൊനേറ്റ് ചെയ്യിപ്പിക്കരുത്. ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാൻ. എൻ്റെ അടുത്ത് പാക്കേജ് റീഡിങ്സും ഉണ്ട്, ഒരു ചോദ്യത്തിൻ്റെ റീഡിങ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ആണോ ഇത്? അപ്പോൾ അതാണ് യെസ് നോ വരും. അപ്പോൾ അതാണ് ആദ്യത്തെ കാർഡ്. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നിങ്ങളോട് ഈ പേഴ്സൺ എപ്പോഴെങ്കിലും ഈ കാര്യം തുറന്ന് പറയുമോ? അവസാനത്തെ ചോദ്യം, എന്താണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം? അപ്പോൾ അതാണ് നമ്മൾ റീഡിങ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് രണ്ടാമത്തെ റീഡിങ്, ഇത് മൂന്നാമത്തെ. തൂക്കി മിണ്ടരുത്. മതി. എന്തൊക്കെയോ പറയണ്ടാവും, ഞാൻ പറയണത് അവനെന്നെ അറിയാൻ പറഞ്ഞു. എടാ ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൊക്കോളോടുന്നു. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ ഒരു ഷട്ടിലും കൂടെ ചെയ്യാം. ഒരു 4 കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ. ഓം, ദ യൂണിവേഴ്സൽ സൗണ്ട്. ഫോക്കസ് ഓൺ നർച്ചറിങ് യുവർ ക്രൗൺ ചക്ര ടു അറ്റൈൻ എ സെൻസ് ഓഫ് എറ്റേണിറ്റി ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഒരു ക്രൗൺ ചക്ര, അത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി, അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓം എന്നുള്ള ശബ്ദം, യൂണിവേഴ്സൽ സൗണ്ടാണെന്ന് പറയുന്നത്. അത് ജപിക്കണം എന്ന് പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇമോഷണൽ കൺട്രോൾ വെക്കണം എന്ന് പറയും. നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, പെട്ടെന്ന് കരയുക, എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയുള്ളൊരു സ്വഭാവമുള്ള പോലെ ഈ സിറ്റുവേഷനിൽ. മൂന്നാമത്തത് തേർഡ് ഐ ചക്ര. അപ്പോൾ ക്രൗൺ ചക്രയും തേർഡ് ഐ ചക്രയും ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് അൺബ്ലോക്ക് ചെയ്യണം. നാലാമത്തത് മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. അപ്പം മെഡിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് കുറേ ക്ലാരിറ്റി കിട്ടും, കുറേ മനസ്സമാധാനം, കുറേ നമ്മളുടെ ഒരു ഇമോഷൻസിനൊരു കൺട്രോൾ കിട്ടും. അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുടെ ഉദ്ദേശമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ആണോ? യെസ് ആണോ നോ ആണോ വരുന്നതെന്ന് നോക്കാം. ഇത് നോ ആണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വന്നാൽ യെസ് കാർഡാണ്, അപ്പോൾ നോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരിചയമില്ലെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ലവേഴ്സിൻ്റെ 2 ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തോ നിങ്ങൾ മനഃപൂർവ്വം അറിയില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയും കൂടെ ആവാം. കാരണം 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ അധികം അടുപ്പമുണ്ടായിരുന്ന 2 പേരാണ്. മനസ്സിലായി? 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ മനപ്പൊരുത്തമുള്ള 2 പേര്. അത് റിവേഴ്സ് വരുമ്പോൾ ആ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ തകർന്നു പോയി, നിങ്ങളുടെ മനപ്പൊരുത്തം കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാൻ നോക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ പോലും ഈ പേഴ്സണോട് നിങ്ങൾ ഇങ്ങനെ ഒരു ആൾ ജീവിച്ചിരിപ്പില്ല എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പരിചയമുള്ള ആളാണ്, പക്ഷേ നിങ്ങൾ പരിചയമില്ല എന്ന് ശഠിക്കുന്ന ഒരാളാണ്. കാരണം നിങ്ങൾ അത്രയും നിങ്ങൾക്ക് മാനസിക വേദന തന്ന ഒരു എനർജി ആയിരിക്കാം ഇത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല, എന്നെ സംബന്ധിച്ച് ഈ പേഴ്സൺ മരിച്ചു പോയി എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ. അത്രയും നിങ്ങൾക്ക് ഈ പേഴ്സണോട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം വന്നിട്ട് അത് ഒട്ടും ഇഷ്ടമല്ലാതെ ആയി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അത് എക്സ്ട്രീംസ് ആണ്. ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള മാനസിക വേദന തന്നിട്ട് ഭയങ്കര ദുഷ്ടത്തരം ചെയ്ത് പോകുന്ന ആരോടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് വരും. അത് അത്രയും സ്നേഹമാണെങ്കിൽ മാത്രമേ ഇത്രയും ഒരു ദേഷ്യം, വൈരാഗ്യം അല്ലെങ്കിൽ ഒരു വെറുപ്പ് വരുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം ക്ലാരിഫൈ ചെയ്യാനുള്ളത്. അതെ,
ഡെത്ത് കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു അവസാനിക്കാത്തൊരു സിറ്റുവേഷനാണിത്. നിങ്ങൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നിട്ടും മറക്കാൻ പറ്റാത്ത, നിങ്ങളെ വിട്ടു പോകാത്ത ഒരു എനർജിയാണിത്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടു പോകാത്ത, നിങ്ങൾ പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരാളെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, എനിക്ക് ആ പേഴ്സണെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട എന്ന് വിചാരിക്കുന്നത്. സ്കോർപിയോ സോഡിയാക് സൈനാണ്. ഇത് മൊത്തം ഇമോഷൻസാണ്. നിങ്ങൾ അടക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഇമോഷനാണ് എല്ലാം. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഇത് സ്ട്രോങ് സ്കോർപിയോ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയുമോ? ഇനിയും നിങ്ങളുടെ സിറ്റുവേഷൻ ഇത് ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വന്നിട്ട് അകന്നു പോയത്, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് മുമ്പോട്ട് പോയതാണ്. ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വേദന, ചിലരത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓർത്തുകൊണ്ടിരിക്കും. ചിലർ മുമ്പോട്ട് പോകാനായിട്ട് ഇത് അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ബോധമുള്ളവർ അവർ ഇത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയാണ്, നിങ്ങളിത് അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുന്നില്ല. ആ പേഴ്സൺ എപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളോട് ഇത് തുറന്ന് പറയുമോ എന്നെങ്കിലും നിങ്ങളെപ്പോഴും സ്നേഹമാണെന്നത്? നോ ആണ് വരുന്നത്. ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളോട് പറയില്ല നിങ്ങളോട്, കാരണം നിങ്ങൾ തമ്മിൽ അത്രയും അകന്നു പോയിരിക്കുന്നു. ഇനി ചേർത്ത് വെക്കാൻ പറ്റാത്തൊരു എനർജിയാണത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ജോലി, ഒരു കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയും സ്നേഹിച്ചിട്ടും ഒരു കരിയറാണ് എനിക്ക് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എനർജി ഒരിക്കലും നിങ്ങളോട് ഈ കാര്യം തുറന്ന് പറയില്ല എന്നാണ് പറയുന്നത്. ഈ സിറ്റുവേഷൻ ഇവർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നാണ്. അപ്പോൾ രണ്ട് പേരും തമ്മിലൊരു ബന്ധമുണ്ട്. നിങ്ങൾ രണ്ട് പേരും അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും രണ്ട് പേരും തമ്മിൽ ഇപ്പോഴും ആ ഒരു കണക്ഷൻ, ഒരു നേരിയ ഒരു നൂലിൻ്റെ ഒരു ബന്ധമുള്ള പോലെ നിങ്ങൾ തമ്മിലുള്ള ജീവിതം. ടോറസ്, ലിയോ ഒക്കെ വേറെ, സ്കോർപിയോ പിന്നെയും വരുന്നുണ്ട്. ഇതൊരു സ്കോർപിയോ ആയിട്ടായിരുന്നോ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ സ്കോർപിയോ ആണോ അറിയില്ല എനിക്ക്. എന്തായാലും ഇതൊരു ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി തിരിച്ചു വരാൻ പോയി കഴിഞ്ഞാൽ വലിയ കുറേ തകർച്ചകൾ ഉണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ഇവർ സ്വന്തം ഇഷ്ടത്തിന്, സ്ത്രീ ആയാലും പുരുഷനായാലും സ്വന്തം ഇഷ്ടത്തിന് അവർ ചോയ്സ് എടുത്തതാണ്. എനിക്ക് വേണ്ട, ഈ റിലേഷൻഷിപ്പ് വേണ്ട, എനിക്കിവിടെ ഫ്രീഡം കിട്ടുന്നില്ല, എനിക്ക് കരിയർ. അപ്പം നിങ്ങൾ കൂടുതൽ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ചിലപ്പോൾ ഇവർക്ക് ജോലി എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവരൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ നിങ്ങൾ അവരെ തടയാൻ നോക്കിയപ്പോൾ അവർക്ക് ആ വൈരാഗ്യത്തിൽ ഇറങ്ങിപ്പോയതായിരിക്കും. നിങ്ങളെയും ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും, കുട്ടികളെല്ലാം തഴഞ്ഞിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോയൊരു എനർജിയാണ്. അവർ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് കുറ്റബോധം ഉണ്ടായിരിക്കാം, ഇപ്പോൾ അവരുടെ ജീവിതം എന്താണെന്ന് എങ്ങനെയെന്ന് നമുക്കറിയില്ല. എന്തായാലും അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോട് ഇതൊരിക്കലും തുറന്ന് പറയാനോ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇതൊരു കാരണം തുറന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ടവർ മൊമെൻ്റ് ഉണ്ടാവും ഇവിടെ. ഭയങ്കര ഇമോഷണൽ പ്രശ്നങ്ങൾ, മൊത്തത്തിൽ ഇവരെ ചോയ്സ് എടുത്തതിന് തന്നെ ഒരു അർത്ഥമില്ലാണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇവർ കരിയറിൽ ഉയർന്നു പോയിട്ടുണ്ടാവും, പക്ഷേ ബാക്കി ഇമോഷണൽ അവർക്ക് ജീവിതം അത്ര നല്ലതല്ലായിരിക്കാം. അത് നിങ്ങൾ കാണാനും പാടില്ല, കാരണം അതവരുടെ തോൽവിയാവും. അതും ഒരു കാര്യമുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർ വരാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശം? ഓക്കെ, ഇവർ ഇപ്പോഴും ഒരു എന്താ പറയുക, ഇവരുടെ ചോയ്സ് തെറ്റായി പോയി എന്നൊരു ബോധം ഇവർക്കുണ്ട്. അപ്പോൾ അവർ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. ഇവിടെ 2 ഓഫ് കപ്സ് വന്നു, ഇവിടെ ലവേഴ്സ്, രണ്ടും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്ര അഗാധമായ റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. അപ്പോൾ ഇടയ്ക്കെങ്കിലും അവർക്ക് കുറ്റബോധമുണ്ട്. മനസ്സിലായോ? നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ അവർക്ക് ഭയങ്കര കുറ്റബോധമുണ്ട്. പക്ഷേ അവർക്കത് എങ്ങനെ തരണം ചെയ്യണം എന്നറിയില്ല. നിങ്ങളുടെ അടുത്ത് വരണം എന്ന് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, ചിലപ്പോൾ വരണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നറിയാം. കാരണം നിങ്ങളുടെ ലൈഫ് മാറിപ്പോയി. അപ്പോൾ രണ്ടുപേരുടെയും ലൈഫ് ചൂസ് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോയി, അവരുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോയി. ഇനിയിപ്പോൾ ഈ ഒരു വൈകിയ വേളയിൽ തിരിച്ചു വന്ന് എല്ലാം കൂടെ
ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കാൻ പറ്റില്ല, അത് ഇവർക്ക് അറിയാം. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവർ നിങ്ങളെ ആലോചിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, കുറ്റബോധമുണ്ട്, പക്ഷെ അതൊരിക്കലും തുറന്നു പറയില്ല. ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ പോയിട്ടില്ല. അതാണ് ഇവിടെ ഏറ്റവും ദുഃഖകരമായൊരു കാര്യം. അത്രയും ഹാർമോണിയസ് ആയിരുന്നു, നിങ്ങൾ പരിചയപ്പെട്ടപ്പോഴും എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ പിന്നെ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാക്കാൻ നോക്കി. ഇവർക്ക് അവരുടേതായ പേര് വേണം, മറ്റുള്ളവരുടെ ഭർത്താവിൻ്റെ പേരിലോ ഭാര്യയുടെ പേരിലോ അറിയാൻ ഇഷ്ടമില്ലാത്ത ഒരു എനർജി. അപ്പോൾ ഇവർക്ക് ഒരു ബാഡ് ചോയ്സ് ആണ് അവരെടുത്തത് എന്ന് അവർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവർക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് വേറെ ആരോടും കിട്ടുന്നില്ല. പക്ഷേ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതാണ് ഇവരുടെ ഉദ്ദേശം, തിരിച്ചു വരിക എന്നതല്ല. ഇവർ ഇതെപ്പോഴും മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു സമാധാനമാണ്. കാരണം നിങ്ങളും ഇതുപോലെ തന്നെ ഇവരെ സ്നേഹിച്ചിരുന്ന, ഇവരെ ഓർക്കുന്നുണ്ട് നിങ്ങൾ. മനസ്സിലായി? അത്രയും ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അതാണ് കഷ്ടമായത്. 2 ഓഫ് കപ്സും ലവേഴ്സും ഭയങ്കര സ്ട്രോങ് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പക്ഷേ അത് ഒരാളുടെ ഒരു വാശിപ്പുറത്തോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട്, ആ പ്രായത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അത് പോയത്. ഇവർക്കറിയാം ഈ റിലേഷൻഷിപ്പ് തീർന്നു എന്ന്, മനസ്സിലായോ? പക്ഷെ എന്നാലും ഒരു മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങളെ. അതുകൊണ്ടാണ് നിങ്ങളുടെ റീഡിങ്ങിൻ്റെ ഇടയിൽ ഇത് കയറി വന്നത്. മനസ്സിലായി? ഇങ്ങനെ ഒരാൾ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചു വരില്ല, ഒരിക്കലും വരാൻ പറ്റില്ല, വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജെമിനായി വരുന്നുണ്ട്, സ്കോർപ്പിയോ ഞാൻ പറഞ്ഞതാണ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ഉണ്ട്. പിന്നെയും ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. ചെറിയ റീഡിംഗ് ആണ്, പക്ഷേ ആക്യുറേറ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത റീഡിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണ്, ഇതാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഓറക്കൽ മെസ്സേജാണ് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യം. ഭഗവാനെ, ഒരു ഷഫ്ലം കൂടെ ചെയ്യാം. ഭഗവാനെ, ഇവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു മെസ്സേജ് തരണേ ഭഗവാനെ. ഓക്കെ, അപ്പോൾ ഡിലേസ്, പിന്നെയുള്ളത് സ്നേക്ക്. 2 കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഡിലേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആവുന്നില്ല, അത് നടക്കാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാർഡ് സ്നേക്ക്, പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ സംസാരിക്കണം, വാക്കുകൾ സൂക്ഷിച്ചുപേക്ഷിക്കണം, പക്ഷേ ഉപയോഗിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ആണോ ഈ പേഴ്സൺ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. നോ ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് പരിചയമല്ല ഈ പേഴ്സണെ, നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്, നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അപ്പം നിങ്ങളെ ദൂരെ നിന്ന് സ്നേഹിക്കുന്ന ഒരാളാണ്. നിങ്ങളതൊരിക്കലും അറിയരുതെന്ന് ഈ പേഴ്സൺ ആഗ്രഹമുണ്ടോ, അതറിയില്ല. ഇവിടെ ഏതായാലും നോ ആണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് പരിചയമില്ല ഈ പേഴ്സണെ കേട്ടോ. നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. 8 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് മൂവ്മെൻറ്റ്, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, വൺ സൈഡഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും നടത്താത്ത ഒരു എനർജിയാണിത്. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ലിയോ, സോഡിയാക് സൈൻ തിരിച്ചാണ്, റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. 7 ഓഫ് സ്പോർട്സ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ്, ലിയോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ദൂരെ നിന്ന്, നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കാം, അറ്റ്ലീസ്റ്റ് ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളൊരു സ്റ്റാറാണ്.
അപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ യോഗ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കാം, ധൈര്യമില്ലാത്ത ഒരാളായിരിക്കാം. ഇംഗ്ലീഷിൽ ഒരു വേർഡ് ഉണ്ട്, ഇൻറ്റിമിഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മീനിങ് ഒന്ന് നോക്കുക. അതിൻ്റെ മലയാളം എക്സാക്റ്റ് വേർഡ് എനിക്ക് അറിഞ്ഞൂടാ. ചിലരെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര നമുക്ക് ഭയങ്കര ആരാധനയാണെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ മുട്ടടിക്കും, അത് ഓർക്കുമ്പോൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെയാണ്. അപ്പോൾ വളരെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ്, നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകാത്ത തരത്തിലാണ് ഈ പേഴ്സൺ. നിങ്ങൾ കാണുന്ന ആളായിരിക്കാം, പക്ഷെ നിങ്ങളായിട്ടൊരു ബന്ധവുമില്ല, നിങ്ങളായിട്ട് പരിചയവുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, നമ്മൾ സ്ഥിരമായി പോകുന്ന കടയിലെ ആളായിരിക്കാം, നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ അവിടുത്തെ ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളുടെ ഒരു ബന്ധവുമില്ല, ഒഫീഷ്യലി സംസാരിക്കുന്നല്ലാതെ അല്ലാത്ത ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിലില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ആരാധന ഉണ്ടെങ്കിലും അത് നിങ്ങൾ അറിയരുത് എന്ന് നിർബന്ധമുള്ള ഒരു എനർജിയാണ്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഈ പേഴ്സൺ ഇത് നിങ്ങളോട് തുറന്ന് പറയുമോ? ഈ പേഴ്സൺ ഇത് നിങ്ങളോട് എന്തെങ്കിലും തുറന്ന് പറയുമോ? ഈ പേഴ്സൺ നിങ്ങളോട് ഇത് എന്തെങ്കിലും തുറന്ന് പറയുമോ? ഞാൻ എന്താ പറയാ, നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ കോഫി ഷോപ്പിൽ പോകുമ്പോഴൊക്കെ ആൾക്കാരോട് സംസാരിക്കും, നമ്മൾ വെറുതെ ചിരിച്ച് സംസാരിക്കും അല്ലേ? അപ്പോൾ ചില സമയത്ത് അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാകും. നമ്മൾ മൊബൈൽ ഷോപ്പിൽ ചാർജ് ചെയ്യാൻ പോകുന്നു മൊബൈൽ, അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ പറയാൻ നമ്മൾ അവരോട് കുറച്ചും കൂടെ ഓവർ ഫ്രണ്ട്ലി ആണെന്ന് അവർക്ക് തോന്നും. അങ്ങനെ പലതരത്തിൽ മിസ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞു, ഈ നബി തിരുമേനി അങ്ങനെ സ്ത്രീകളോട് പറയുന്നത് എങ്ങനെ പെരുമാറണം എന്നും പരപുരുഷന്മാരോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നത് വളരെ ധാർഷ്ട്യത്തോടെ സംസാരിക്കണം എന്നാണ് പറയുന്നത്. അവരോട് മീൻസ് ഒരു ബന്ധമില്ലാത്ത പുരുഷന്മാരല്ല. അപ്പോൾ അവരുടെ മനസ്സിൽ സംശയങ്ങൾ ജനിക്കാതിരിക്കാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം മിസ്യൂസ് ചെയ്യാതിരിക്കാനും വളരെ ധാർഷ്ട്യത്തോടെ സംസാരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാണ്. കാരണം പല പ്രശ്നങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് നമ്മളുടെ പെരുമാറ്റത്തിൽ നമ്മൾ അറിയാതെ വന്നു കയറുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവാറില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അതൊരു നെഗറ്റീവ് മെസ്സേജാണ് വരുന്നത്. അപ്പോൾ അതുപോലെയാണ് ഈ സ്നേക്ക് എന്ന് പറഞ്ഞ ഇത് കാണുന്നത്. മനസ്സിലായി? ഈ കാർഡ് ഇവിടെ വന്നത് അത് കണ്ടപ്പോഴാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ഇത് കാര്യം എന്തെങ്കിലും തുറന്ന് പറയുമോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. ഈ പേഴ്സൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളിത് അറിയണം എന്ന് വിചാരിക്കുന്നുണ്ട്, എന്നാൽ പേഴ്സൺ നേരിട്ട് നിങ്ങളോട് പറയരുത്. അപ്പോൾ ഇത്തിരി ഒരു കള്ളത്തരമുള്ളൊരു എനർജിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, കുറച്ചൊരു ഫേമസ് ആയ ഒരാൾ ആയിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് കുറച്ച് വില കിട്ടും അല്ലേ? ഒരു ഇൻഫീരിയോറിറ്റി ഒരു സിറ്റുവേഷൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു എനർജിയാണ്. ഒരു മിനിറ്റ്, പൂച്ചക്കുട്ടിക്ക് പുറത്തേക്ക് പോകണം. പൊക്കോടാ, പൊക്കോ ടിക്ക് പൊക്കോ. പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ആ പേഴ്സൺ തുറന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടവർ മൊമെൻറ്റ് ഉണ്ടാവും. കാരണം നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കും ഓൾറെഡി, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് ബോധമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ്. എന്നാലൊരു കള്ളത്തരം കാണിക്കുന്നുണ്ട് മറ്റുള്ളവരോട്, അങ്ങനെയാണ് ഞാൻ സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു എനർജിയാണ്. പക്ഷേ തുറന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തൊരു എനർജിയാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സ്കോർപ്പിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് റിവേഴ്സാണ് ഈ കാർഡ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഭയങ്കര പ്രശ്നമാകുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനാണ് ഈ പേഴ്സൺ നോക്കുന്നത്. ഈ പേഴ്സണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാകുന്നത് ആ പേഴ്സൺ ഒരു പ്രശ്നമല്ല, സൂക്ഷിക്കേണ്ട ആളാണിത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ ജീവിതത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത് കൊണ്ട് ഈ പേഴ്സൺ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ പേഴ്സൺ അതിനകത്ത് ഇൻവോൾവ് ആവരുത്, അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത് ഈ പേഴ്സൺ.
മനസ്സിലായി. ചില സമയത്ത് നിങ്ങൾ ഒരു ക്രൂരതയുള്ള ഇപ്പം സ്റ്റോക്കേഴ്സ് എന്ന് പറയും. ഒരു സിംഗർ, ഒരു പെൺകുട്ടിയായിരുന്നു അവള്, പേര് മറന്നുപോയി ഞാൻ. ജെനി അല്ല, അവള് വളരെ പെട്ടെന്നാണ് ഫേമസ് ആയത്. പാട്ട് ഒരു പ്രോഗ്രാമിൽ വന്നിട്ടാണ് അവൾ ഭയങ്കര ഫേമസ് ആയി, പേരെടുത്തു, കുറേ ആൽബങ്ങൾ ഇറക്കി, കുറേ സ്ഥലത്ത് പെർഫോമൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ സ്റ്റോക്കർ അവളുടെ പുറകെ നടക്കും. സ്റ്റോക്കർ എന്ന് പറഞ്ഞാൽ നമ്മളെ പുറകെ നടക്കുന്ന ഒരു, അത് ഭീകരമായ സിറ്റുവേഷനാണ്. വെടിവെച്ച് കൊന്നുള്ള ആ കുട്ടി വളരെ ചെറുതായിരുന്നു, 10-20 വയസ്സിന് മുമ്പേ മരിച്ചുപോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഒരു തരം ഒബ്സഷനിലേക്ക് വരികയാണ്. മനസ്സിലായോ? അവർ ആ ഒരു ഒബ്സഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾ അവരുടെ സ്വകാര്യ സ്വത്താണെന്നൊരു ചിന്ത വരികയാണ്. ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം. ഈ പേഴ്സൺ അതുപോലെയാണ്. നിങ്ങൾക്ക് ദുരന്തം ഉണ്ടായാൽ ഈ പേഴ്സണ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് സൈക്കോളജിക്ക് പ്രശ്നമുള്ള ഒരു എനർജിയാണിത്. വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു എനർജിയാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ ഈ പേഴ്സണിൻ്റെ തലയിൽ അത് വരരുത്. മനസ്സിലായോ? നിങ്ങൾ പ്രശ്നം ഇങ്ങനെ 4 പേര് അറിഞ്ഞ് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നം ഈ പേഴ്സണിൻ്റെ തലയിൽ വരരുത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷേ ദുരന്തം ഉണ്ടാകുന്നത് കൊണ്ട് ഈ പേഴ്സണ് പ്രശ്നമില്ല. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടും കൂടിയാണ്, പേടിയുള്ളത് കൊണ്ട് കൂടിയാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഇതൊരിക്കലും തുറന്ന് പറയില്ല ഈ പേഴ്സൺ, കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് പറഞ്ഞിട്ട്, ഇപ്പോൾ പരദൂഷണം, ഇപ്പോൾ ഒരു മറിമായ എന്ന് പറഞ്ഞ സീരിയലിൽ ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യല്ല, അവരെ അതിനകത്ത് അവർ ഭയങ്കര, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമാണ് മറിമായം. അപ്പോൾ അതിനകത്ത് ഒരു ഇതിൽ കാണിക്കുന്നത് ഒരു സ്ത്രീ അവർ ഡിവോഴ്സ് ചെയ്തപ്പോൾ ആ നാട്ടിലുള്ള കല്യാണം കഴിക്കാത്തതും കല്യാണം കഴിച്ചതുമായ ചില ആളുകളുണ്ടല്ലോ, ഇവർക്ക് മെസ്സേജ് രാത്രി മെസ്സേജ് അയക്കലാണ് പണി. അപ്പോൾ ഇവർ തന്നെ കഥകൾ ഉണ്ടാക്കും. അവരിങ്ങനെ എന്നോട് ഇപ്പോൾ ഡിവോഴ്സ് ചെയ്തില്ലേ, അപ്പോൾ എന്നോട് ചോദിച്ചു നമുക്ക് മസിനെ, ആ സമയത്താണ് മസിനെ കൂടി വഴി കൂട്ടി പോകണ പരിപാടി. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ പൊക്കൂടെ അങ്ങോട്ട് അങ്ങനെ പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വെറുതെ പരദൂഷണം പറയാണ്. ഇവരിതൊന്നും അറിയുന്നില്ല. സ്ത്രീ അവസാനം ആ സ്ത്രീ വന്ന് പരസ്യമായിട്ട് 3 പേരുണ്ട് അതിനകത്ത്, 3 പേർക്കിട്ട് നല്ല വഴക്ക് കൊടുക്കുന്നതാണ് ആ സിറ്റുവേഷൻ. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കുറേ ആളുകൾ നിങ്ങളൊന്നും ചെയ്യണ്ട, പക്ഷെ അവർ കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ട് അവർക്കൊരു സുഖം, കേൾക്കുന്നവർക്കൊരു സുഖം, വേറെ പണിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ ആ വഴിക്ക് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാൻ വഴിയുണ്ടെന്ന് ഇവർക്ക് അറിയാം. പക്ഷെ ആ പ്രശ്നം ഇവരുടെ തലയിൽ വരരുത്. മനസ്സിലായി? ഇങ്ങനെ 4 പേര് പറയുന്നത് കൊണ്ട്, 4 പേര് അറിയുന്നതുകൊണ്ട് ഇവർക്കൊരു സന്തോഷം ഉണ്ട് താനും. വളരെ ചീപ്പായ ഒരു എനർജിയാണിത്, സൂക്ഷിക്കേണ്ട എനർജിയാണ് എന്തായാലും. പക്ഷേ പേടിയുള്ള എനർജിയാണ്. അപ്പം നമ്മളൊന്ന് കണ്ണുരുട്ടിയാൽ പേടിച്ച് അത് നിർത്തും. അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇവിടെ സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഇനി ഇവരുടെ ഉദ്ദേശം എന്താണ്? അതാണല്ലോ നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്. ഇവരുടെ ഉദ്ദേശം എന്താണ്? കിങ് ഓഫ് വോൺസ്. കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. അതാണ് ഉദ്ദേശം. നിങ്ങളുടെ പേര് കൊണ്ട് ഇവർക്കും കുറച്ച്, ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഇവർക്കും കുറച്ചൊരു പ്രശസ്തി കിട്ടുക. അപ്പം 4 പേര് ഇവരെയും ശ്രദ്ധിക്കും. മനസ്സിലായി? അത്രയേ ഉള്ളൂ ഉദ്ദേശം, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല ഇവർക്ക്. ഓക്കെ. അപ്പോൾ ഇവർ ആക്ഷൻ എടുക്കാനായിട്ട് അവസാനം ഇവർ തന്നെ നിർത്തിക്കോളും കേട്ടോ. ഇവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണമെന്നില്ല, ഒത്തിരി ഒരു അറ്റൻഷൻ കിട്ടണം 4 പേരുടെ. ഇവർ മറ്റേ അവരോ അങ്ങനെയാണോ, ഇവന് മെസ്സേജ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇവൾക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളൊരു സുഖം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവർ ആക്റ്റീവായിട്ട് നിങ്ങളുടെ ഇതിലേക്ക് വരില്ല കേട്ടോ. കുറച്ചൊരു റൂട്ട്ലെസ് ആണ്, ഒരു ചാലഞ്ചിങ് ഒക്കെ പോലെ ഒത്തിരി നേരം ഒന്ന് പ്രശസ്തനാവുക, അല്ലെങ്കിൽ പ്രശസ്തയാവുക, അത്രയേ ഉള്ളൂ ഇവരുടെ ഉദ്ദേശം കേട്ടോ. അല്ലാതെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനോ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ഒന്ന് കണ്ണുരുട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ ഈ വേഷം കെട്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിന് കാണിക്കുന്നത് ചാരിയറ്റും ടവറുമാണ്. വളരെ ഫാസ്റ്റായിട്ട് ഒരു ടവർ മൊമെൻറ്റ് ഇവരുടെ അടുത്തേക്ക് വരുമെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരൊന്ന് ഒതുങ്ങും. ഇവരുടെ ഉള്ളിൽ ആ ഒരു ഇതുണ്ട്, നിങ്ങളുടെ ജീവൻ നശിച്ചു പോവും എന്ന ആ ഒരു പേടിയും ബോധമൊന്നും അവർക്കില്ല. പക്ഷെ ഇവരുടെ മേത്ത് കുറ്റം വരാൻ പാടില്ല. മനസ്സിലായി? അത്രയും ധൈര്യമില്ല. ഒരു പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്, കുറച്ച് അഡ്വഞ്ചർ ലവിങ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ അഡ്വഞ്ചേഴ്സൊക്കെ, ചെറിയ ലൊടുക്ക് അഡ്വഞ്ചേഴ്സൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇവിടെയും സ്കോർപ്പിയോ വരുന്നുണ്ട്. അപ്പോൾ സ്കോർപ്പിയോ ക്യാൻസർ സോഡിയാക് സൈനോട് വരുന്നുണ്ട്. ഇവിടെ പൈസസ് വരുന്നുണ്ട്. എന്തായാലും ആക്ഷൻ ഒന്നും എടുക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ പേഴ്സൺ തന്നെ മതിയാവും. 4 പേരോട് ഗോസിപ്പ് ആഗ്രഹിക്കുന്ന ഒരാളാണ്
ഈ ഗോസിപ്പിൻ്റെ സമയം കഴിയുമ്പോൾ ഈ സിറ്റുവേഷനും ഈ പേഴ്സൺ വിട്ടോളും, അത് കഴിഞ്ഞ് ഉപേക്ഷിച്ച് പൊക്കോളും കേട്ടോ. നിങ്ങൾക്ക് അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ഉള്ളൂ. അത് ഓപ്പൺ ആയിട്ട് പബ്ലിക്കായിട്ട് ഈ പേഴ്സൺ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളറിയാതെ സ്നേഹിക്കുന്ന ആളുടെ ഉദ്ദേശം. അത് വലിയ തലവേദന ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാണ്ടിരുന്നാൽ മതി, നമ്മൾ ധൈര്യത്തോടെ ഇരിക്കുക. ഇപ്പോൾ മൊബൈലിൽ നമുക്ക് മെസ്സേജസ് വരുന്നില്ലേ, ഇങ്ങനെ നിങ്ങളുടെ ആധാർ കാർഡ് ഇങ്ങനെ വേറൊരാൾ യൂസ് ചെയ്തിട്ട് അയാൾ ലോൺ എടുത്തിട്ടുണ്ട്, അതിന് നമ്മളെന്ത് വേണം അല്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഇങ്ങനെ നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചിട്ട് ഒരാൾ ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു റെസ്പോൺസ് എനിക്ക് വന്നില്ല. അതേസമയം ചിലർ പെട്ടെന്ന് പേടിക്കും, അയ്യോ ഇപ്പോൾ കള്ളത്തരമൊക്കെ ഉണ്ട്, പോലീസ് കേസാവും, അങ്ങനെ ഇങ്ങനെയാവും എന്ന് പറയുമ്പോൾ അവർ എന്നാൽ ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഒഴിവാക്കി തരാം എന്നൊരു സിറ്റുവേഷനിലേക്ക് പോകും. ഇത് ഞാൻ പറഞ്ഞു ഓക്കെ കേസ് കൊടുത്തോളൂ, കാരണം എനിക്കറിയാം ഞാനായിട്ട് ഒരു പണിയും ചെയ്തിട്ടില്ല, പിന്നെ ഞാനെന്തിനു പേടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ഇഷ്ടംപോലെ പേര് നടത്തുന്നുണ്ട് ഇപ്പോൾ ഡിജിറ്റൽ ഫ്രോഡിൻ്റെ കാലമാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ആൾക്കാർ കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. മൂന്നാമത്തെ റീഡിങ്ങിൽ ഓറക്കൽ മെസ്സേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കാർഡ് തരണേ ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓക്കെ, ഭൈരവനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൈരവനോട് പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലുള്ള ഭയാശങ്കകൾ മാറും. അതുപോലെ തന്നെ നമ്മൾക്കെതിരെ വരുന്ന ആൾക്കാരെ പ്രതിരോധിക്കാനുള്ള ശക്തിയും മനോധൈര്യവും നമുക്ക് കിട്ടും എന്നാണ് വിശ്വാസം. അതിപ്പോൾ ഏത് ദൈവത്തിനോടും വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിശ്വാസം അതാണ് നിങ്ങളെ പൊറുപ്പിക്കുക. ആരെ വേണമെങ്കിലും വിശ്വസിച്ചോളൂ, പക്ഷേ ഉറച്ച വിശ്വാസം വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് പരിചയത്തിലുള്ള ആരെങ്കിലും ആണോ നിങ്ങളെ ഈ മറഞ്ഞിരുന്ന് സ്നേഹിക്കുന്നത്? ഇത് ഒരു എന്താ പറയുക, എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്നുവെച്ചാൽ ചിലപ്പോൾ ആർമിയിൽ ഉള്ള ആളായിരിക്കാം. അപ്പോൾ ഇതൊരു നോ കാർഡാണ്. യെസ് ആണ് ഇതിൻ്റെ വരുന്നത്, പക്ഷേ റിവേഴ്സാണ് വരിക. അപ്പോൾ ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് പരിചയം എന്ന് പറഞ്ഞാൽ അടുത്ത പരിചയം ഇല്ലാത്ത ഒരാളാണിത് കേട്ടോ. അപ്പോൾ ഇത് ലീവിന് വരുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു എനർജി ആയിട്ടാണ് വരുന്നത്. ലീവിന് വരുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങളും ആ പേഴ്സണുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ സംസാരിക്കാറ് പോലും ഇല്ലായിരിക്കും നിങ്ങൾ തമ്മിൽ. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. റെസ്റ്റ് എടുക്കാൻ വരുന്ന ഒരാളെ പോലെ എന്ന് വെച്ചാൽ ഭയങ്കര ഈ ആർമിയിലോ അങ്ങനെ ലീവിന് വരുന്ന ആളുകളില്ലേ, ഭയങ്കരമായിട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന ആളുകളെ പോലത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ലീവിന് വരുന്നത് അല്ലേ. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ. 10 of Cupsഉം 5 of Wandsഉം ആണിത്. 10 of Cupsഉം 5 of Wands എന്ന് പറയുമ്പം ഇവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൂരെ നിന്ന് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ഈ പേഴ്സൺ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആയിരിക്കും.
എന്നാലും നമുക്ക് ആരോടെങ്കിലുമൊക്കെ അട്രാക്ഷൻ തോന്നാമല്ലോ. പക്ഷെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലുള്ള ഒരാളാണിത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ അതാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ അട്രാക്ഷൻ, സ്നേഹം എന്തെങ്കിലും തുറന്ന് പറയുമോ? ചിലപ്പോൾ തുറന്ന് പറയാൻ വഴിയുണ്ട്. അത് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നില്ല. ഇത് പൈസസ് സോഡിയാക്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഡിലേസ്, പിന്നെ അത് പറയണോ വേണ്ടേന്ന് ഈ പേഴ്സൺ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. നമ്മൾ ദൂരെ നിന്ന് ആരാധിക്കുന്ന ഒരാളാണ് നിങ്ങളെ, കേട്ടോ. ഇഷ്ടമുണ്ട്, പക്ഷേ വിവാഹത്തിലേക്ക് പോകാനോ റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അത്രയും ഇഷ്ടം ഇല്ലാത്തൊരു എനർജിയാണ്. സാജിറ്റേറിയസ്, ടെമ്പറൻസ് റിവേഴ്സ് ആണ് വരുന്നത്, ഡോട്ടർ ഓഫ് സ്വേർഡ്സ്. ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ. എന്നുവെച്ചാൽ ആക്റ്റീവായിട്ട് സ്പൈ ചെയ്യുന്നല്ല, പക്ഷെ എന്നാലും നിങ്ങൾ തമ്മിൽ എപ്പോഴും മിക്കവാറും കണ്ടുമുട്ടാറുണ്ട്. നിങ്ങൾക്കും അതിലൊരു പ്രത്യേകത തോന്നുന്നില്ല, കാരണം നിങ്ങൾ ഈ പേഴ്സൺ അധികം ശ്രദ്ധിക്കുന്നില്ല. ഈ പേഴ്സൻ്റെ ഉദ്ദേശമൊന്നും നിങ്ങൾക്ക് അറിയുമില്ല. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ മീൻസ് അത് ലീവിന് വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ആ പേഴ്സൺ അവിടെ വെച്ച് കാണുന്നു, ഇവിടെ വെച്ച് കാണുന്നു, പക്ഷേ ഈ പേഴ്സൺ ഡെലിബറേറ്റ്ലി ആണ് ഇത് ചെയ്യുന്നത്. പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊരു റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു ബാലൻസ്, ഇതൊരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹമില്ല ഈ പേഴ്സണ്. ഇത് സാജിറ്റേറിയസും പൈസസും ആണ് ഇവിടെ കാണിക്കുന്നത്, കേട്ടോ. പക്ഷേ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് മറ്റുള്ളവരോട്. ഇപ്പോൾ ഈ പേഴ്സൻ്റെ വൈഫിനോടോ ഹസ്ബൻഡിനോടോ ചോദിക്കാറുണ്ടാവാം നിങ്ങളെക്കുറിച്ചിട്ട്, എന്താണ് പരിപാടി എന്ന് വെച്ചാൽ. നിങ്ങൾ ഈ പേഴ്സൺ ഇവിടെ സ്ഥിരമില്ലാത്ത ഒരാളാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചും, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ് ആരാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾ എങ്ങനത്തെ ആളാണ്, നിങ്ങൾ എവിടെയാണ് ജോലി, ഇതൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവരുടെ വൈഫിനോ ഹസ്ബൻഡിനോ ഒരു സംശയമില്ലാത്ത രീതിയിലാണ് ഈ പേഴ്സൺ ചോദിക്കുന്നത്. മനസ്സിലായി? നിങ്ങളെക്കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളെ ഇഷ്ടമുണ്ട്, പക്ഷേ അതിൽ കവിഞ്ഞ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. അപ്പോൾ ആ ഒരു നിലയിലാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോഴും. ചിലപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വാടകയ്ക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് വന്ന് വാടകയ്ക്ക് താമസം മാറി വന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയതായി വീട് പണിത് വന്ന ആരെങ്കിലും, അയൽക്കാരനോ അയൽക്കാരിയോ ആയിരിക്കാനും വഴിയുണ്ട്. എന്തായാലും എന്താണ് ഇവരുടെ ഉദ്ദേശം? കണ്ടിട്ട് വലിയ കാര്യമായ ഉദ്ദേശമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്നാലും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സ്ഥിതിക്ക് നമുക്കൊന്നും അറിയണമല്ലോ എന്താ ഉദ്ദേശം എന്ന്, അല്ലേ? എനിക്കും ഒരാഗ്രഹമുണ്ട്, എന്താണ് ഇവരുടെ ഉദ്ദേശം? എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവർക്ക് റിലേഷൻഷിപ്പിനൊന്നും ആഗ്രഹമില്ല. ലവേഴ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. പക്ഷേ ഇവർക്ക് ഇവർക്കൊരു ടൈം പാസ്സാണ് ശരിക്കും. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അപ്പോൾ ചിലപ്പോൾ അവിടുത്തെ കാണാൻ നല്ലൊരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ ഇവർ നോട്ടം ഇട്ടിട്ടുള്ളത് ഇവർക്കൊരു ടൈം, പക്ഷേ ഇവർ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി? റെസ്റ്റാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവർ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിൽ പോകാനോ ഒരു സ്നേഹത്തിലേക്ക് പോകാനോ ഒന്നും ആഗ്രഹിക്കാത്തൊരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഇത് സ്ഥിരം പരിപാടിയായിരിക്കും. ആരെങ്കിലും ചില സമയത്ത് ഓഫീസിൽ പോകാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ വേണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ വായി നോക്കും. മനസ്സിലായോ? അവൾക്കൊരു മോട്ടിവേഷൻ, കാലത്ത് എഴുന്നേറ്റ് നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഉത്സാഹത്തോടെ ഓഫീസിൽ വരാൻ. അയാൾ അന്നൊക്കെ വന്നില്ലെങ്കിൽ അവളെ മൊത്തം മൂടും പോവും. പിന്നെ എല്ലാവരോടും ദേഷ്യം, അത് വേറെ കാര്യം. പക്ഷേ അവൾക്കൊരു മോട്ടിവേഷൻ വേണം. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ മോട്ടിവേഷനിൽ അയാൾ സ്ഥലം മാറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ അവൾ വേറൊരാളെ കണ്ടുപിടിച്ചു. എന്നുവെച്ചാൽ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനൊരു മോട്ടിവേഷൻ. അപ്പോൾ ഇയാൾക്കും അതുപോലെ തോന്നുന്നു. ഇയാൾക്ക് ഒരു സ്ഥലത്തേക്ക് അവിടെ ഒരു മാസത്തെ ലീവിനോ 2 മാസത്തെ ലീവിനോ ഒക്കെ വരികയാണെങ്കിൽ ആ ലീവ് ഒരു നല്ലൊരു ഇതായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് നിങ്ങൾ. മനസ്സിലായോ?
അല്ലാതെ ഇവിടെ വേറെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഈ പേഴ്സണ്. ഓക്കെ, ലവേഴ്സ് ആയിക്കഴിഞ്ഞാൽ അതൊരു ഒബ്സഷനിലേക്ക് പോകും, പിന്നെ അത് സ്ട്രെസ്സായിട്ട് മാറും. അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ട് ഈ പേഴ്സൺ. റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത അതുകൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനത്തെ ഈ പേഴ്സൺ കാരണം മറ്റുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയാൽ ഭയങ്കര ഒബ്സെസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കും, പിന്നെ അത് ഭയങ്കര സ്ട്രെസ്സായിട്ട് മാറുമെന്നൊക്കെ ഈ പേഴ്സണ് ബോധമുണ്ട്. അതുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു 10 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ, അതൊരു വലിയ നല്ലൊരു എൻഡിങ് ആയിരിക്കില്ല എന്ന് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും നിങ്ങളായിട്ട് ആഗ്രഹിക്കാത്തത്. ചിലപ്പോൾ നിങ്ങളോട് പറയും കൂടി ഇല്ലായിരിക്കും ഒരിക്കലും. നിങ്ങൾക്കറിയാമോ ഇങ്ങനെ ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അട്രാക്ഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം. ഈ പേഴ്സൺ മൈൻഡ് ഗെയിംസ് ഒന്നും കളിക്കുന്നില്ല. ഈ പേഴ്സൻ്റെ ജോലിയിലാണ് കോൺസെൻട്രേറ്റ്, കരിയറാണ് ഈ പേഴ്സൺ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ തൽക്കാലം ലീവിന് വരുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ നിങ്ങൾ. അല്ലാതെ ഇവിടെ റിലേഷൻഷിപ്പിനോ ഒരു വിവാഹം, ലവ് അല്ലെങ്കിൽ ഈവൻ ഫിസിക്കൽ അട്രാക്ഷൻ ഇതൊന്നും പേഴ്സണ് പ്ലാൻ ഇല്ല കേട്ടോ. ഇത് കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് തലവേദനയായിട്ട് മാറുമെന്ന് ഈ പേഴ്സൺ അറിയാം. പിന്നെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും അതും ഇതും ഒക്കെ ആയി മാറും. അത് ഭയങ്കര തലവേദനയാവുന്ന പേഴ്സൺ അറിയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് കൊണ്ട് ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയുകയും കൂടി ഇല്ലായിരിക്കും, ഇത് ഇങ്ങനെ തന്നെ തീർന്നു പോകുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും അറിയേയില്ലായിരിക്കും ഇങ്ങനെ ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതായിട്ട് കേട്ടോ. അതാണ് കാണിക്കുന്നത്. കാപ്രിക്കോൺ, ജെമിനായി, ക്യാൻസർ, പിന്നെ സാജിറ്റേറിയസ്, നേരത്തെ പറഞ്ഞ പോലെ പൈസീസ്. ഇത്രയും കാര്യമാണ്, ഇത്രയും സോഡിയാക് സൈൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്, ഫൈനൽ റീഡിങ്. അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ്. ചെറിയ റീഡിങ് ആയിരുന്നു, പക്ഷെ അതേ ആവശ്യമുള്ളൂ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ്. അത് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിലും എൻ്റെ കണ്ടിന്യൂ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും സംതൃപ്തിയും ഭഗവാൻ തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സീ യു, ബൈ ബൈ. അടുത്ത റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം.